ശ്രീ ജോർജ് പൊടിപ്പാറ. 44 ദിവസം സംഭവബഹുലമായിരുന്നു. ഒരുപക്ഷെ ഈ മാധ്യമ ചരിത്രത്തിൽ നമ്മളൊക്കെ കണ്ട ഒരുപാട് യാത്രകളുണ്ട്. അതിലൊക്കെ എത്രയോ തരത്തിലുള്ള എത്രയോ കനത്ത ഒരു യാത്രയായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യാത്ര. ഏറ്റവും ഒടുവിൽ ഇന്ന് KPCC അധ്യക്ഷൻ പറയുകയാണ്, 2024 പിണറായി വിജയന് ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും, ഞങ്ങൾ ബ്ലോക്ക് തലത്തിലേക്ക് സമരം വ്യാപിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് വർദ്ധിത വീര്യമായോ പ്രതിപക്ഷ മാത്രത്തിൽ ഇനിയും മുന്നോട്ട് പോകുമോ? രഞ്ജിത്ത്, ഈ യാത്ര അവസാനിച്ച അതിന്റെ പിറ്റേന്നാണ് നമ്മൾ ഈ ചർച്ച ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഈ യാത്ര തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പുതുമയുണ്ടായിരുന്നു. നമ്മുടെ ഓർമ്മയിൽ ശ്രീ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക യാത്രയുടെ ഒരു എന്താ പറയാ ഒരു ഓർമ്മയൊക്കെ ഈ യാത്രയെ ഉണർത്തിയെങ്കിലും തികച്ചും വ്യത്യസ്തമായ ഒരു യാത്രയായിട്ടാണ് ഈ മുന്നണി അല്ലെങ്കിൽ ഈ സർക്കാർ ഇതിനെ ചിത്രീകരിച്ചത്. അതായത് ഒരു മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ പരാതികളും സ്വീകരിക്കുന്നതിന് പകരം അങ്ങനെ പരാതികൾക്കൊപ്പം ജനങ്ങളെ നേരിട്ട് കാണുകയും അവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾ തിരിച്ചറിഞ്ഞൊരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പുതിയ ഒരു ആശയ രൂപീകരണം, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവലാതികള്, പ്രശ്നങ്ങള്, അവർ നേരിടുന്ന പ്രതിസന്ധികള്, ഇതിനൊക്കെ കഴിയുന്നത്ര പരിഹാരം. സത്യത്തിൽ ആശയം അത്ര മോശമായിരുന്നില്ല. പ്രതിപക്ഷം അതിനെ ബഹിഷ്കരിച്ചു. അതുപോലെ തന്നെ ധൂർത്തം എന്നുള്ള ചിത്രീകരണം ഉണ്ടായി. അതുപോലെ ക്ഷാമകാലത്തെ എന്താ പറയാ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ട് ധൂർത്തടിക്കുന്നു തുടങ്ങിയ ഒത്തിരി ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും സർക്കാരിന് വേണമെങ്കിൽ ഇതിൽ പറഞ്ഞു നിൽക്കാൻ ഒരുപാട് പഴുതുകൾ ഉണ്ടായിരുന്നു. ഇതൊരു പുതിയ കാലമാണ്. ആ പുതിയ കാലത്ത് മുഖ്യമന്ത്രി അടക്കം മുഴുവൻ മന്ത്രിമാരും ജനങ്ങളിലേക്ക് എത്തുന്നു, എല്ലാ നിയോജകമണ്ഡലങ്ങളിലും എത്തുന്നു. കേരള ചരിത്രത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ചരിത്രത്തിലോ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ മന്ത്രിമാരെല്ലാം ജനങ്ങളിലേക്ക് എത്തുന്ന തികച്ചും നൂതനമായ, തികച്ചും നോവലായിട്ടുള്ള ഒരു ഐഡിയ. ആ നിലയ്ക്കൊക്കെ മാത്രമല്ല, ഈ പരാതികൾ സ്വീകരിച്ച് അതിന് കൃത്യമായ ഒരു പരിഹാരം, അതായത് ആ സർക്കാരിന്റെ മെഷീനറി കൃത്യമായി ഉപയോഗിച്ച് മന്ത്രിമാർ അവരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉപയോഗിച്ച് പരിഹാരം കാണുന്നതിനപ്പുറത്ത് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് എല്ലാവരുടെയും പരാതികൾ സ്വീകരിക്കുകയും ആ പരാതികൾക്ക് സമയബന്ധിതമായി പരിഹാരം കാണുകയും ചെയ്യുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു പരിപാടിയായിട്ടാണ് സർക്കാർ ഇതിനെ കണ്ടതും ആ രീതിയിലാണ് ഇതിനെ ആദ്യഘട്ടത്തിലെല്ലാം അവകാശപ്പെട്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ രീതിയിലല്ല കാര്യങ്ങൾ പിന്നീട് പോയത് എന്നുള്ളതൊരു സത്യം. അതായത് പ്രതിപക്ഷം ഇതിനെ ഒരു എന്താ പറയാ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു നവകേരള സദസ്സല്ല, ഒരു അശ്ലീല സദസ്സ് എന്നൊക്കെ ചിത്രീകരിച്ചു. തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ അവതാരിൽ ആദ്യം മുതലേ ആയുധങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ മരുന്നുകളും ഭരണപക്ഷത്തിന്റെ കയ്യിൽ ഈ യാത്ര അവർ ഉദ്ദേശിച്ചതുപോലെ കൊണ്ടു നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ലഭിക്കുമായിരുന്നു. കാരണം താങ്കൾ പറഞ്ഞ പോലെ ജനങ്ങളെ നേരിട്ട് കാണുന്നു, മന്ത്രിമാർ അടക്കം അവിടെ എത്തുന്നു. പക്ഷേ ഈ പരാതി എന്നുള്ളത് പിന്നെ നിവേദനമായി മാറുന്നു. ഈ ജനങ്ങൾ നേരിട്ട് പരാതി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് വളരെ അകലെ ഉദ്യോഗസ്ഥരെ സജ്ജീകരിച്ചുകൊണ്ട് പരാതികൾ സ്വീകരിക്കുന്നു. ആ പരാതികളുടെ പരിഹാരം കാസർഗോഡും കണ്ണൂരും ഒക്കെ 15 ദിവസത്തിനകം പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. 45 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ അതിനപ്പുറത്ത് സമയമെടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഈ ദിവസങ്ങൾ ചെറിയ ശതമാനങ്ങൾ മാത്രമാണ്. അതെ, ചെറിയ ശതമാനം മാത്രമാണ് പരിഹാരം. ഞാൻ അവിടേക്കാണ് വരുന്നത്. പക്ഷെ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ ബഹിഷ്കരണത്തിന് അപ്പുറത്ത് ഒരു പ്രത്യക്ഷ സമര പരിപാടികളൊന്നും ആവിഷ്കരിച്ചിരുന്നില്ല. പക്ഷെ കല്യാശ്ശേരിയിൽ എത്തിയതോടെയാണ് ഈ യാത്രയുടെ രൂപം മാറുന്നത്, അല്ലെങ്കിൽ യാത്രയുടെ ഗതി മാറുന്നത്. ടേണിംഗ് പോയിന്റ് അവിടെയാണ്. അവിടെ വെച്ച് ഈ കരുതൽ തടങ്കലിലാക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആരോപിച്ച് അവരൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഏതാനും പ്രവർത്തകർ ചേർന്ന് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിക്കാൻ ഒരുങ്ങുന്നു. പക്ഷെ അന്നുണ്ടായ ആ സംഭവമാണ് ഈ യാത്രയെ തന്നെ മാറ്റിമറിച്ചത്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമായിട്ട് വേണം അതിനെ കാണാൻ. അങ്ങനെ അന്ന് അവിടെ നടന്ന ആ ഒരു എന്താ പറയാ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അത്ര അതിശക്തമായ ഒരു ആക്രമണമാണ് നടന്നത്. ആ പ്രവർത്തകരെ പോലീസ് റോഡിനരികിലേക്ക് തള്ളി മാറ്റുന്നു. അതിനുശേഷം നടന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനം എന്ന് പിന്നീട് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച പൈശാചികമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ക്രൂര മർദ്ദനമാണ്. അവിടുന്ന് അങ്ങോട്ടാണ് പിന്നീട് ഇതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനമൊന്നും അത് എന്താ പറയാ ശരിക്കും ഒരു രക്ഷാപ്രവർത്തനമാണ്, ജീവകാരുണ്യ പ്രവർത്തനമാണ്, അവർ ചെയ്തത് ശരിയാണ്, അത്തരം നടപടികൾ ഇനിയും തുടർന്നു പോകണം എന്ന രീതിയിൽ ഒരു ലൈസൻസ് കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത് തുടർച്ചയായിട്ട് അദ്ദേഹം പത്രസമ്മേളനങ്ങളിൽ ന്യായീകരിച്ചു. അങ്ങനെ ഈ യാത്ര അവസാനിക്കുന്നവരെ ന്യായീകരിച്ചുകൊണ്ടേയിരുന്നു.
പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് കരിങ്കൊടികൾ ആയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിലിറങ്ങുന്നു, യൂത്ത് ഫ്രണ്ട് തെരുവിലിറങ്ങുന്നു, യുവമോർച്ച തെരുവിലിറങ്ങുന്നു. ഒടുവിൽ നമുക്ക് കണ്ട് സഹിക്കാനാവാത്ത രീതിയിൽ ഷൂവെയർ കണ്ടു. അതിനുശേഷം ഒരു എന്താ പറയാ മുഖ്യമന്ത്രിയുടെ പ്രത്യേക സേന, രക്ഷാസേനയും അതുപോലെ തന്നെ ഗൺമാനും ഇറങ്ങി അതിക്രൂരമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച് തലയടിച്ചു പൊളിക്കുന്ന കാഴ്ച കണ്ടു. കനാലിലേക്ക് തള്ളിയിടുന്ന കാഴ്ച കണ്ടു. ഏറ്റവും ഒടുവിൽ ഇത് കൊല്ലത്തെത്തിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ ഒരു പ്രതിരോധം ഉണ്ടാകുന്നത്. ആദ്യം അത് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. പിന്നീട് യൂത്ത് കോൺഗ്രസ് അത് ഏറ്റെടുത്തു. അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് എത്തിയതോടുകൂടി നമ്മൾ കാണുന്ന പ്രതിഷേധങ്ങളുടെ ഒരു വേലിയേറ്റമാണ്. ഒടുവിൽ അതെല്ലാം കഴിഞ്ഞ് ഇതിനെയൊക്കെ മുഖ്യമന്ത്രി അവിടെ വെച്ചതിന് ന്യായീകരിച്ചു. അതിനിടയ്ക്ക് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നു, അവർക്കെതിരെ കേസ് വരുന്നു. സത്യത്തിൽ ഇത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു എന്താ പറയാ കുറച്ചുകൂടി സംയമനത്തോടെ ഉള്ള ഒരു സമീപനം. ഇത് ഒരു സർക്കാർ പരിപാടിയാണ്. ആ പരിപാടിയിൽ സംരക്ഷണം നൽകേണ്ട ചുമതല ഡിവൈഎഫ്ഐക്കോ CITO-നോ SFIക്കോ ഇല്ല എന്നുള്ള രീതിയിൽ അന്നേ ഇതിന് മുടക്കിയിട്ട് കുറച്ചുകൂടി ക്രിയാത്മകമായിട്ട് ഇതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് ഊന്നുകൊണ്ടുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ആയുധം അതിന് മൂർച്ചയില്ലാതെ പോയേനെ. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ പൊതുവെ അവരുടെ ശക്തി കൂടുതൽ വർദ്ധമാന വീര്യം കൊടുക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിലപാടുകൾ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു പാളിച്ച സംഭവിച്ചു എന്നുള്ള വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. സലീം മടവൂർ, അത് തന്നെയാണ് കാരണം. ഈ യാത്ര ലക്ഷ്യം വെച്ചത് തുടക്കത്തിൽ പറഞ്ഞത് ജനങ്ങൾ നേരിട്ട് പരാതി സ്വീകരിക്കുന്നു, ജനങ്ങളെ കാണാൻ പോകുന്നു, മന്ത്രിമാരടക്കമുള്ളവർ ബസ്സിൽ പോകുന്നു. അത് നേരത്തെ ശ്രീ ജോർജ് പൊടിപ്പാറ പറഞ്ഞ പോലെ വലിയ പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു, നൂതന ആശയമായിരുന്നു. അത് ആ തരത്തിൽ മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ഒരു പക്ഷേ അതിൽ കേരളത്തിൽ വലിയ അംഗീകാരം ലഭിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയാണ് ആ പാലായിൽ വെച്ച് ഈ യാത്രയുടെ ലക്ഷ്യം പോലും മുഖ്യമന്ത്രി മാറ്റിക്കളഞ്ഞു. അതെ, യാത്രയുടെ ലക്ഷ്യം പരാതി സ്വീകരിക്കലല്ല, പരാതി പരിഹരിക്കലല്ല എന്ന് അവരുടെ തന്നെ ഒരു MP-യോട് പറഞ്ഞ് ആ യാത്ര പിന്നെ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്ന രീതിയിലേക്ക് അത് ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. യാത്രയുടെ അല്ലാതെ ബാധിച്ചൊരു വിഷയമാണ്. തീർച്ചയായും.